friends, welcome once again. Welcome to KTU Lectures. ഇന്ന് പറയാൻ പോകുന്നത് S7 KTU all ബ്രാഞ്ചസിനും കോമൺ ആയിട്ടുള്ള സെമിനാർ പ്രസന്റേഷനെ കുറിച്ച് പറയാനാണ്. പ്രസന്റേഷൻ ടോപ്പിക് എങ്ങനെ കണ്ടുപിടിക്കാം, ടോപ്പിക് റിലേറ്റഡ് പേപ്പേഴ്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ആദ്യം നമുക്ക് സെമിനാർ ടോപ്പിക് കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് ക്രോം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഒരു ടേം സെർച്ച് ചെയ്യണം. നിങ്ങൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണെങ്കിൽ സെമിനാർ ടോപ്പിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ വരുന്ന ലിങ്ക് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ടോപ്പിക്സ് കിട്ടും, കറസ്പോണ്ടിങ് ബ്രാഞ്ച് ആയിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്സ്. ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ കോപ്പി ചെയ്യാം. ഇപ്പോൾ ഞാൻ ബയോണിക് ഐസ് എന്ന് പറയുന്ന ടേം കോപ്പി ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് കണ്ടുപിടിച്ചു. ഇനി ചെയ്യേണ്ടത് ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സയൻറ്റിഫിക് ആർട്ടിക്കിൾ ഡൗൺലോഡ് ചെയ്യണം. സയൻറ്റിഫിക് ആർട്ടിക്കിൾ ഡൗൺലോഡ് ചെയ്യാൻ മെയിൻലി രണ്ട് സൈറ്റ് ഉണ്ട്. ഒരെണ്ണം IEEE എക്സ്പ്ലോറർ, അടുത്തത് ഗൂഗിൾ സ്കോളർ. നമുക്ക് ആദ്യം IEEE എക്സ്പ്ലോർ യൂസ് ചെയ്യാം. ന്യൂ ടാബ് ഓപ്പൺ ചെയ്യുക. അതിൽ IEEE എക്സ്പ്ലോറർ എന്ന് സെർച്ച് ചെയ്യാം. ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യാം. നമ്മൾ പേജ് എപ്പോഴും ഡെസ്ക്ടോപ്പ് സൈറ്റിൽ വേണം ഇടാൻ, എന്നാലാണ് ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചില സമയത്ത് ഗൂഗിൾ ഒറിജിനൽ പേജ് ലോഡ് ചെയ്യില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മളത് ഒറിജിനൽ പേജാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് വലതുവശം മുകളിൽ കാണുന്ന ഒറിജിനൽ പിടിച്ച് കയറ്റാൽ മതി. ഓക്കെ, IEEE എക്സ്പ്ലോറർ ഓപ്പണായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ സെർച്ച് ബാറിൽ കൊണ്ടുപോയിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ടൈം നമ്മുടെ ടോപ്പിക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ടോപ്പിക്ക് ബയോണിക് ഐസ് ആയിരുന്നു. ഒന്നല്ലെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റ് അടിക്കാം, അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്യാം. ബയോണിക് ഐസ്. ശരി, നമ്മളതിപ്പോൾ സെർച്ച് ചെയ്യാണ്. ലോഡാക്കുന്നുണ്ട്. ഓക്കെ, ബയോണിക് ഐസായിട്ട് റിലേറ്റ് ചെയ്ത കുറേ പേപ്പർ വന്നിട്ടുണ്ട്. ഈ സെർച്ച് റിസൾട്ട്സിൻ്റെ നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ വന്നേക്കുന്ന റിസൾട്ട്സിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ കോൺഫറൻസ് പേപ്പർ 1562, 3 ബുക്ക്, ജേണൽ 275, കോഴ്സ് 1, മാഗസിൻ 33. നമുക്ക് ചില നേരത്ത് ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത മാഗസിൻ മാത്രം മതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാഗസീനിൽ നമ്മൾ ടിക്ക് കൊടുത്തിട്ട് അപ്ലൈ കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ആ ഫിൽറ്റർ അവിടെ ആഡ് ആവും. ഇനി മാഗസീനും ജേണലും വേണമെങ്കിൽ 2 എണ്ണം കൂടി നമ്മൾ ടിക്ക് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ മാത്രം വരും. ഇത് കൂടാതെ മറ്റൊരു ഫിൽറ്ററാണ് ബേസ്ഡ് ഓൺ ടൈം അഥവാ ഇയർ. നമുക്കിപ്പോൾ വേണ്ടത് 1975 ടു 2007 ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ 2008 ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലുള്ള പബ്ലിഷ്ഡ് പേപ്പേഴ്സ് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് വരുന്ന റിസൾട്ടിനെ എങ്ങനെ ഫിൽട്ടർ ചെയ്യാമെന്നതിനെ കുറിച്ച്. ഇനി നമുക്ക് ഈ പേപ്പർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ഈ IEEE പേപ്പറിൻ്റെ എല്ലാം വലതുവശത്ത് ലോക്കിൻ്റെ ഒരു പടം കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ശരിക്കും അത് ചെയ്യേണ്ടത് പേ ചെയ്ത് അത് മേടിക്കണം. പക്ഷേ നമുക്കൊരു ഓൾട്ടർനേറ്റ് മെത്തേഡ് ഉണ്ട്. അതായത് പൈസ കൊടുക്കാതെ തന്നെ ഈ പേപ്പർ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതാണ് പറയാൻ പോണത്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യമാണ്, നമുക്ക് ഏത് പേപ്പറാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ പേപ്പർ അതിൻ്റെ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യുക. പേജ് ലോഡാവുന്നുണ്ട്. ഓരോ പേപ്പറിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു അഡ്രസ്സ് ഉണ്ടോ. ആ അഡ്രസ്സിനെ പറയുന്ന പേരാണ് DOI അഡ്രസ്സ്. ഈ DOI അഡ്രസ്സ് അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് കോപ്പി ചെയ്യണം. കോപ്പി ലിങ്ക് അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ
ഒരു ന്യൂ ടാബ് ഓപ്പൺ ചെയ്യുക. അതിൽ സ്കൈ ഹബ്ബ് എന്ന് സെർച്ച് ചെയ്യണം. ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് തൊട്ട് മുമ്പ് നമ്മൾ കോപ്പി ചെയ്ത ആ DOI നമ്പർ അത് നമ്മൾ സ്കൈ ഹബിൽ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, പേസ്റ്റ് അടിച്ചു, ഓപ്പൺ കൊടുക്കാം. ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇതാണ് പേപ്പർ. ഓക്കെ, റോബസ്റ്റ് ആക്റ്റീവ് വിഷ്വൽ സ്ലാം സിസ്റ്റം ബേസ്ഡ് ഓൺ ബയോണിക് ഐസ്. ഇതാണ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത DOI അഡ്രസ്സിന് കറസ്പോണ്ടിങ് ഉള്ള ഡോക്യുമെന്റ്. ഇങ്ങനെയാണ് ടോപ്പിക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടതും അതേപോലെ തന്നെ പേപ്പർ ഡൗൺലോഡ് ചെയ്യേണ്ടതും. IEEE എക്സ്പ്ലോർ പോലത്തെ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ മറ്റൊരു സൈറ്റാണ് ഗൂഗിൾ സ്കോളാർ. ഗൂഗിൾ സ്കോളാറിന്റെ പ്രത്യേകത IEEE കുറച്ചും കൂടി കൂടുതൽ നമ്പർ ഓഫ് പേപ്പേഴ്സ് ഗൂഗിൾ സ്കോളാറിലുണ്ട്. ഗൂഗിൾ സ്കോളാർ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇതിൽ നേരത്തെ നമ്മൾ ചെയ്ത കൂട്ട് ബയോണിക് ഐസ് നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുക. അപ്പോൾ പല ടേംസ് വരും. ഗൂഗിൾ സ്കോളാറിന്റെ വേറൊരു പ്രത്യേകത, ചില PDF വലതുവശത്തായിട്ട് കണ്ടോ, ഇത് PDF സ്കൈ സയൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തേക്കണ കേസസിൽ നമുക്ക് ആ ലിങ്ക് പിടിച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ PDF നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനിയല്ല അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത കൂട്ട് തന്നെ ആ ഡോക്യുമെന്റിന്റെ DOI നമ്പർ കണ്ടുപിടിച്ചിട്ട് ആ DOI നമ്പർ നമ്മൾ സ്കൈ ഹബിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് IEEE എക്സ്പ്ലോറും അതേപോലെ തന്നെ ഗൂഗിൾ സ്കോളാറും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ രണ്ടാമത് ഡൗൺലോഡ് ചെയ്ത പേപ്പറാണ് ഈ കാണുന്നത്, ബയോണിക് ഐസ് ഫ്രീ ഡിസൈൻ ഓഫ് സെക്കൻഡറി ഡ്രൈവിംഗ് കൺട്രോൾസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെമിനാർ ടോപ്പിക്ക് കണ്ടുപിടിക്കുന്നതും അതേപോലെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണതും.